മണ്ണിടിച്ചിൽ ഭീതി വിട്ടൊഴിയാതെ തൃശൂർ ദേശമംഗലം കൊറ്റമ്പത്തൂർ കോളനി പ്രദേശം 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാരെ മാറ്റിത്താമസിപ്പിച്ച പുതിയ പ്രദേശത്തും മണ്ണിടിഞ്ഞിരിക്കുന്നു. 30 അടിയോളം ഉയരത്തിൽ നിന്നും ഇടിഞ്ഞു വീണ മണ്ണിനകത്തുപെടാതെ കോളനിക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഭരണവീതിയിൽ കഴിയേണ്ട അവസ്ഥയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പഞ്ചായത്തിലെ പള്ളം എസ്റ്റേറ്റ് പടിയിൽ കൊറ്റമ്പത്തൂർ കോളനിയിലാണ് കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞത്. 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഉന്നതിക്കാർ താമസം മാറിയ പുതിയ ഉന്നതിയിലും മണ്ണിടിഞ്ഞതോടെ പ്രദേശവാസികൾ ഭീഷണിയിലാണ്. കുളപ്പുറത്ത് അസീസിന്റെ ഭാര്യ നസീറ വീടിന് പുറകുവശത്ത് വസ്ത്രം അലക്കുന്നതിനിടെ മഴയിൽ ഉഗ്രശബ്ദത്തോടെ പാറയും മണ്ണും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 30 അടിയോളം ഉയരത്തിൽ നിന്ന് മണ്ണിടിയുന്ന ശബ്ദം കേട്ടതോടെ ഓടിമാറിയതിനാൽ മണ്ണിനടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. വലിയ പാറകൾ വന്നു പതിച്ചതിനാൽ പാത്രങ്ങളും മറ്റും മണ്ണിനടിയിൽപ്പെട്ടു. 2018 ഓഗസ്റ്റ് 15 മണ്ണിടിച്ചിൽ 4 പേരുടെ മരണത്തിനിടയാക്കുകയും 35ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഉൾപ്പെട്ട 19ഓളം കുടുംബങ്ങൾക്കായി 2 ഏക്കറോളം ഭൂമിയും വീടും സർക്കാർ നൽകിയിരുന്നു. ഇവിടെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. സർക്കാർ നൽകിയ വീടുകളും പ്രദേശവും സുരക്ഷിതമല്ലെന്ന പ്രദേശവാസികൾ പറയുന്നു. നല്ല കല്ലും മണ്ണും ഒന്നിച്ചാണ് ഇടിഞ്ഞത്. ആദ്യം ഒരു വലിയൊരു പാറ വന്ന് വീണത്. അപ്പോൾ അതിൻ്റെ താഴെ അടുത്ത് വിട്ട സിക്കാൻ്റെ ഭാര്യ നേഴ്സ് തിരുമ്പായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വേഗം ഞങ്ങൾ ഓടി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ വലിയ കല്ലും പാറയും കൂട്ടാണ് വീണത്. ഇങ്ങനെ അനുഭവങ്ങൾ ഇനിയും തുടരുകയെങ്കിൽ ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുക? അതേസമയം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളോട് മാറി താമസിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത്. എന്നാൽ എങ്ങോട്ട് മാറണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പല കുടുംബങ്ങളും. അമൃത ന്യൂസ്, തൃശൂർ.